അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേ മഴക്കാലത്ത് കോഴികളെ എങ്ങനെ വളർത്തുക എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോണത് കൂട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. അതായത് മഴക്കാലമായി കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ കോഴിക്കൂട്ടിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൂട് വന്നിട്ട് കുറച്ച് ഉയരത്തിൽ വേണം കൂട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അതായത് നല്ല വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട് അതിൽ ടച്ച് ചെയ്യാണ്ട് കുറച്ച് ഉയരത്തിൽ കല്ലൊക്കെ വെച്ച് കെട്ടിയിട്ട് അതിന് മുകളിൽ വേണം നമ്മൾ കോഴിക്കൂട് നമ്മൾ കയറ്റി വെക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ചുറ്റും നമ്മൾ മറച്ചു കൊടുക്കുക. അതായത് അവറ്റങ്ങൾക്ക് ഉള്ളിലേക്ക് വെള്ളം തട്ടാത്ത രീതിയിൽ നമ്മൾ ചുറ്റും മറച്ചു കൊടുക്കുക. മുകളിൽ വല്ല ടാർപ്പായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ മറച്ചു കൊടുക്കുന്നത് കുറച്ച് നല്ലതാണ്. അതുപോലെ തന്നെ സൈഡിൽ നിന്നെല്ലാം വെള്ളം വരാണ്ടിരിക്കാൻ നമ്മളങ്ങനെ മറച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അടുത്തായിട്ട് നമ്മൾ കോഴിക്കൂടിൻ്റെ ഉള്ളിൽ എപ്പോഴും ചൂട് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് നമ്മൾ ഒരു 60-ൻ്റെ ഒരു ബൾബ് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് അത്യാവശ്യം ചൂട് കിട്ടും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അവരുങ്ങൾ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങാനും ഇതിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിന് നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു 60-ൻ്റെ ബൾബെങ്കിലും അവറ്റങ്ങൾക്ക് ഉള്ളിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ മുട്ടോൽപാദനം കൂടാനും ഈ ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇതായിട്ട് നിൽക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ നമ്മൾ വെച്ചെടുക്കുമ്പോൾ ഈ തണുത്ത ഫുഡുകളൊന്നും ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടുള്ളത് അതൊന്നും ഈ മഴക്കാലത്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അതുമാതിരി തന്നെ അതുപോലെ തന്നെ കോഴികൾക്ക് വെള്ളം നമ്മൾ കുടിക്കാൻ കൊടുക്കുമ്പോൾ അത് വന്ന് ഉള്ളിൽ തട്ടിപ്പോകാത്ത രീതിയിൽ വേണം ആ പാത്രങ്ങൾ നമ്മൾ വെച്ചെടുക്കാനായിട്ട്. അതുപോലത്തെ പാത്രങ്ങൾ ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. മാക്സിമം അത് വാങ്ങിച്ചിട്ട് നമ്മൾ കോഴിക്കൂട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇല്ലെങ്കിൽ വെള്ളം തട്ടിപ്പോയിട്ട് നമ്മൾ അത് കോഴിക്കൂട്ടിലൊക്കെ ആയി കഴിഞ്ഞാൽ അവറ്റങ്ങൾക്ക് അസുഖങ്ങൾ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. കോഴിക്കൂട് നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക. കോഴികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളൊക്കെ ദിവസം ക്ലീനാക്കി വെക്കുക. പറ്റിയെങ്കിൽ ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി വെക്കുക. പിന്നെ കോഴി കാഷ്ടം അടിയിൽ പോകുന്ന രീതിയിൽ കോഴിക്കൂട് സെറ്റാക്കുക. ഇരുമ്പിൻ്റെ കൂടായി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ കാഷ്ടമൊക്കെ അടിയിൽ പോകും. അത് മരക്കൂടാണെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് മരപ്പൊടി കിട്ടും. അത് വാങ്ങിച്ചിട്ട് കോഴിക്കൂടിലിട്ട് കൊടുക്കുക. 2-3 ദിവസം കൂടുമ്പോൾ ക്ലീനാക്കി കൊടുക്കുക. പിന്നെ കൊറസോളി എന്ന് പറയുന്ന ഒരു കീടനാശിനി കിട്ടും. അത് വാങ്ങിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അത് കോഴിക്കൂടിനകത്ത് തളിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി കോഴിക്ക് വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് തടയാനേ നമുക്ക് പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സംശയങ്ങളൊക്കെ കമൻസായിട്ട് കൊടുത്തായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.